ഹായ് ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയാണ്. നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ ക്രിസ്മസ് എക്സാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ഹാഫ് ഇയർലി എക്സാം 2025 ചോദ്യപേപ്പറിൻ്റെ ഉത്തരങ്ങളാണ്. കേരള പാഠാവലിയാണ് നമ്മൾ നോക്കുന്നത് 9ാം ക്ലാസ്സിൻ്റെ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും തരിക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ, ഞാൻ ആൻസേഴ്സ് മാത്രമേ പറഞ്ഞു പോകുള്ളൂ. ഫസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ദുഃഖമാണ്. രണ്ടാമത്തതിൻ്റെ നമുക്ക് തരിശു നിലങ്ങളിലേക്ക് എന്നുള്ള ലൈൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സംഘശക്തി കൊണ്ട് പ്രതിസന്ധികളെ തോൽപ്പിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ഫോളോയിങ് ആണ്. മാച്ച് ഫോളോയിങ് അല്ല, പിരിച്ചെഴുതിയതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 2ഉം 4ഉമാണ്. അതായത് ഏതും ഇല്ലാതെ എന്നുള്ളത് ഏതും പ്ലസ് ഇല്ലാതെ എന്നാവും. അതുപോലെ തന്നെ ജനക്കൂട്ടം എന്നുള്ളത് ജന പ്ലസ് കൂട്ടം എന്നായിട്ട് മാറും. അപ്പോൾ 1ഉം 2ഉം 4ഉം ശരിയാണ് കേട്ടോ. ഇനി 5 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുകയാണ്. 5ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, അറിയുക, ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ, മൃതിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ. തരിശു നിലങ്ങളിലേക്ക് എന്നുള്ളതിലാണ്. തന്നിരിക്കുന്ന വരികളിലെ കാവ്യപരമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. 6ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യം അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കുക എന്നുള്ളതാണ്. പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈ മടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്ന് ഉച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിന്റെ ഒരു തിരയുയർത്തി. അപ്പോൾ 5ഉം 6ഉം ദെൻ 7A B അത്രയും നമ്മൾ ആൻസേഴ്സ് നോക്കും കേട്ടോ. അപ്പോൾ 7A എന്താ, എന്തുകൊണ്ട് അവരും അടുത്തിരുന്ന് അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാക്കിക്കൂടാ. അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം. ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറയാനിടയായ സാമൂഹിക സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു കുറിക്കുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്, അച്യുതമാമ എന്ന കഥയിലെ ഒരു സന്ദർഭം ട്രോൾ രൂപത്തിൽ താഴെ നൽകിയിരിക്കുന്നു. അച്യുതമാമ മാധവനോട് ഇങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാവാം. കഥാസന്ദർഭം വിശകലനം ചെയ്ത് വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് 5, 6, 7 ഇത്രയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കവി ഇവിടെ ദരിദ്രരുടെ ജീവിതാനുഭവങ്ങളെ ശക്തമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്നു. വറുതിയോടംഗം വെട്ടുന്നോർ എന്ന പ്രയോഗം ദാരിദ്ര്യത്തോടുള്ള നിരന്തരമായ പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു. മൃതിയായ ആളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ എന്നത് മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ജീവിക്കാനുള്ള മനുഷ്യന്റെ അദമ്യമായ ആഗ്രഹത്തെയും അതിജീവനത്തെയും കാണിക്കുന്നു. ഇത്തരം ശക്തമായ ബിംബകൽപ്പനകൾ കാവ്യത്തിന് കൂടുതൽ ആഴം നൽകുന്നു. ഇനി ഇതിലെ കാവ്യ ഭംഗികൾ എന്ന് പറഞ്ഞാൽ ദ്വിതീയാക്ഷര പ്രാസമായിട്ട് അറിയുക വറുതി എന്നതാണ്. ആദ്യാക്ഷരപ്രാസം മൃതി മെരി. അന്ത്യപ്രാസം 2ഉം 4ഉം വരികളിൽ വെട്ടുന്നോർ ജീവിപ്പോർ എന്നുള്ളത് അന്ത്യപ്രാസമാണ് കേട്ടോ. അപ്പോൾ ഇതുകൂടി നിങ്ങൾ ഇതിൽ ചേർത്ത് എഴുതിക്കൊള്ളുക. അടുത്തത് 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു. അദ്ദേഹം കൈമടക്കി ഉയർത്തി ജയ് ഹിന്ദ് എന്ന് ഉച്ചരിച്ചു. അപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിൻ്റെ ഒരു തിരയുയർത്തി. അപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അത് അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുക. അടുത്തത് 7ാമത്തതിൻ്റെ A ക്വസ്റ്റ്യൻ ആണ്. 7ആണ് കേട്ടോ, ചോദ്യം 7ആണ്. ഉയർന്ന ജാതിക്കാർക്കൊപ്പം താഴ്ന്ന ജാതിക്കാരൻ ഒന്നിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥ, തൊട്ടുകൂടായ്മ, അയിത്തം, ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന രീതിയിലുള്ള വേർതിരിവ്. 7Aയുടെ ഉത്തരമാണ് പറഞ്ഞത്. ഇനി 7Bയുടെ ഉത്തരം, മാധവന്റെ ജോലിയും ഒന്നിനും സമയം കണ്ടെത്താനാകാത്തതുമായ അവസ്ഥ. ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാൻ പറഞ്ഞുറപ്പിച്ച ദിവസം പോലും അച്യുതൻ മാമ വന്നപ്പോൾ മാധവന് അതിന് കഴിഞ്ഞില്ല. പ്രൊഫഷണൽ ജീവിതം വ്യക്തിജീവിതം കവർന്നെടുക്കുന്ന പ്രവണതയെ ട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇത് 7Bയുടെ ഉത്തരമാണ് കേട്ടോ. അപ്പോൾ 7A കഴിഞ്ഞു, 7B കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് 8ാമത്തെ ചോദ്യമാണ്. 8A, ഇനി കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല. അത് മുടങ്ങിയപ്പോൾ വരുന്ന ജപ്തികളും. തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല. പൂഴ്ത്തിവെപ്പുകാരില്ല. സ്വാതന്ത്ര്യം തന്നെ ജീവിതം. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായോ. സമകാലിക സാമൂഹികാവസ്ഥകളും കൂടി പരിഗണിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു B ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്കിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൊഫഷണൽ ലൈഫ് വ്യക്തിജീവിതം കവർന്നെടുക്കുന്നുണ്ടോ. റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ കേരള നിയമസഭയുടെ പരിഗണനയിൽ. അപ്പോൾ അത് തുടർന്നിട്ട് നമുക്ക് തന്നിരിക്കുന്നത്, അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുതൻ മുത്തച്ഛ, അച്യുതമാമ. റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിന് മാധവനെ പോലെയുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമോ. എന്തുകൊണ്ട്, നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ 8Aയും 8Bയും ഉണ്ട് കേട്ടോ. ഇനി 9ാമത്തെ ചോദ്യം എന്താ, തരിശു നിലങ്ങളിലേക്ക് എന്നതിൻ്റെ വരികളാണ്. തന്നിരിക്കുന്ന വരികൾ വിശകലനം ചെയ്ത് തൊഴിലാളികളുടെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ്.
10. പ്രകൃതിയെ തന്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർത്താണ് മനുഷ്യർ അവന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്. പ്രകൃതി പാഠങ്ങളാണ്. കൊടിയ കരിങ്കൽ കുന്നുകൾ തരിശുനിലങ്ങളിലേക്കാണ്. ലൈൻസ് ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ ഈ ലൈൻസിൽ നൽകിയിരിക്കുന്ന പാഠസന്ദർഭങ്ങളിലെ ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമുക്ക് 8 AB 9 10 ഇത്രയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് എഴുതിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പൗസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാമല്ലോ. ഞാൻ ഒരുപാട് വായിച്ച് ഡീപ്പായിട്ട് വളരെ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും വീഡിയോയ്ക്ക് ലെങ്ത് കൂടും. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ. 8-7 ഉത്തരം ഇല്ല. ഐഷുവിൻ്റെ സ്വപ്നങ്ങൾ പൂർണ്ണമായും യാഥാർത്ഥ്യമായിട്ടില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായി മാറിയെങ്കിലും സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന പാഠഭാഗത്തിലെ ഐഷുവിൻ്റെ സ്വപ്നങ്ങൾ പൂർണ്ണമായി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൃഷിക്കാരെ പിഴിയുന്ന നികുതി സമ്പ്രദായങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കാരണം കടക്കെണിയിലാകുന്ന കർഷകരും അതുമൂലമുള്ള ജപ്തി നടപടികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ ഉണ്ടെങ്കിലും ദാരിദ്ര്യവും പട്ടിണിയും ഇപ്പോഴും ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. പൂഴ്ത്തിവെപ്പുകാരെ തടയാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കാരണം അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണ ജനങ്ങളെ ഇപ്പോഴും ബാധിക്കുന്നു. അതിനാൽ ഐഷു സ്വപ്നം കണ്ടതുപോലെ എല്ലാവർക്കും സമത്വവും സുരക്ഷിതത്വവുമുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യം ഇനിയും എത്തിയിട്ടില്ല. ഇനി 8Bയുടെ ഉത്തരമാണ്. മാധവനെ പോലുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ബില്ലിന് കഴിയും. ബില്ലിലെ വ്യവസ്ഥകൾ പ്രകാരം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് കരാറിൽ പറഞ്ഞിരിക്കുന്ന സമയത്തിനപ്പുറം ഔദ്യോഗികമായ ആശയവിനിമയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശമുണ്ട്. ഇത് മാധവനെ പോലെയുള്ളവർക്ക് അവരുടെ വ്യക്തിജീവിതത്തിനും കുടുംബത്തിനും കൂടുതൽ സമയം നൽകാൻ സഹായിക്കും. അമിതമായ ജോലിഭാരം കാരണം കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് ഈ ബിൽ ഒരു പരിഹാരമാകും. അപ്പോൾ 8A 8B കഴിഞ്ഞു. ഇനി 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. തൊഴിലാളികളുടെ ഐക്യവും ശക്തിയും തന്നിരിക്കുന്ന വരികൾ തൊഴിലാളികളുടെ വേദനയും കഷ്ടപ്പാടുകളും അവരുടെ ഉള്ളിൽ ഉരുകി ഹൃദയങ്ങൾ തുടിക്കുമ്പോൾ അത് വലിയൊരു മാറ്റത്തിനുള്ള ഊർജ്ജമായി മാറുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നു. ഈ വേദനയും ഐക്യവും ഒരുമിച്ച് ചേരുമ്പോൾ സൃഷ്ടി സ്ഥിതി ലയശക്തികൾ ഒരുമിച്ച് ഉണരുകയാണെന്നും അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതാണെന്നും കവി വ്യക്തമാക്കുന്നു. ഇത് തൊഴിലാളികളുടെ സംഘടിത ശക്തിയെയും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള അവരുടെ കഴിവിനെയും എടുത്തുകാട്ടുന്നു. ഇനി 10ാമത്തെ ചോദ്യമാണ്. 10ാമത്തതിൻ്റെ ഉത്തരം. നൽകിയിരിക്കുന്ന 2 പാഠഭാഗങ്ങളും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ ഭാഗം മനുഷ്യൻ പ്രകൃതിയെ തന്റെ ആവശ്യങ്ങൾക്കായി മാറ്റുന്നതിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് പ്രകൃതി നശീകരണത്തോടുള്ള വിയോജിപ്പാണ്. പ്രകൃതി പാഠങ്ങൾ എന്ന പാഠഭാഗത്തിലെ വരികൾ മനുഷ്യൻ തന്റെ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ സ്വന്തം നിർമ്മിതികളിലൂടെ പ്രകൃതിയുടെ സ്വാഭാവികതയെ മാറ്റിമറിക്കുന്നു. തരിശുനിലങ്ങളിലേക്ക് എന്ന കവിതയിലെ വരികൾ പ്രകൃതി നശീകരണത്തോടുള്ള കവിയുടെ വിയോജിപ്പും വേദനയുമാണ് പ്രകടിപ്പിക്കുന്നത്. കരിങ്കൽ കുന്നുകൾ തകർത്ത് പുതിയ മണ്ണുണ്ടാക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്നതിലെ അർത്ഥമില്ലായ്മ കവി ചോദിക്കുന്നു. ആദ്യത്തേത് മനുഷ്യകേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നതെങ്കിൽ രണ്ടാമത്തേത് പ്രകൃതിയോടുള്ള ആദരവും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യകതയുമാണ് ഊന്നിപ്പറയുന്നത്. 2 ഭാഗങ്ങളും മനുഷ്യൻ പ്രകൃതിയിൽ നടത്തുന്ന ഇടപെടലുകളെ വ്യത്യസ്ത കോണുകളിലൂടെ നോക്കിക്കാണുന്നു. അടുത്തത് നമുക്ക് 11 12A 12B ആണുള്ളത്. 11 എന്താ? അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? 10 വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത്. അന്ന് അവൻ തന്നെ സ്നേഹിച്ചിരുന്നു. അമ്മ ഒരിക്കൽ അവളുടെ ഇളയ മകൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവൾക്ക് ഒരു നെല്ലിക്ക കൊണ്ടുവന്നു. ആ ദിവസം അവളുടെ ഇരുണ്ട അടുക്കളയിൽ നിന്നുകൊണ്ട് അവൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. കോലാട്. കഥാസന്ദർഭങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെയുള്ള ഊഷ്മളമായ ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? വളരുമ്പോൾ കുട്ടികളിലെ മനോഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് 11 ഒരു കുറിപ്പാണ്. 12A ക്വസ്റ്റ്യൻ 12B ഉണ്ട്. നമുക്ക് 11 ആദ്യം നോക്കാം കേട്ടോ. അപ്പോൾ 11ാമത്തതിൻ്റെ ഉത്തരം. കഥയിലെ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം വളരെ ഊഷ്മളമാണ്. ചെറുപ്രായത്തിൽ കുട്ടികൾക്ക് മാതാപിതാക്കളോട് നിസ്വാർത്ഥമായ സ്നേഹവും കരുതലും ഉണ്ടാകും. അമ്മയുടെ വേദനയിൽ മകൻ കണ്ണുനീരൊഴുക്കുന്നതും അമ്മയ്ക്ക് നെല്ലിക്ക നൽകി സന്തോഷിപ്പിക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. ഈ സ്നേഹം ഇന്നും പല കുടുംബങ്ങളിലും കാണാൻ സാധിക്കും. എന്നാൽ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ലോകം വികസിക്കുകയും പുതിയ സൗഹൃദങ്ങളും താല്പര്യങ്ങളും കടന്നു വരികയും ചെയ്യുന്നു. ഇത് മാതാപിതാക്കളോടുള്ള അടുപ്പത്തിൽ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട്. തിരക്ക് പിടിച്ച ജീവിതശൈലിയും സ്വാർത്ഥതയും കാരണം ചിലപ്പോൾ ഈ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം. എങ്കിലും അടിസ്ഥാനപരമായ സ്നേഹവും കരുതലും മിക്കവാറും നിലനിൽക്കാറുണ്ട്.
ഇനി നമുക്ക് 12 നോക്കിക്കോളൂ. 12A, നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും, നല്ല ഉടുപ്പുകൾ ഇട്ട് സ്കൂളുകളിൽ ജാതിമത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, അത് കാര്യമാക്കരുത്. സോറി, ആ ഡിസ്റ്റർബൻസ്, ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? ജാതികൾ തമ്മിലും മതങ്ങൾ തമ്മിലും ഉള്ള മത്സരത്തിൽ നിന്ന് മോചനം. അരുവിപ്പുറത്ത് നിന്ന് ഒരു സന്ദേശം. ജാതിമത മത്സരങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സമാകുന്നുണ്ടോ? തന്നിരിക്കുന്ന സൂചനകളും സമകാലിക സാഹചര്യങ്ങളും ഉൾപ്പെടുത്തി മാറുന്ന സമൂഹം, മാറുന്ന ചിന്തകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. അപ്പം നമുക്കൊരു പ്രഭാഷണം വേണം, മാറുന്ന സമൂഹം, മാറുന്ന ചിന്തകൾ എന്ന വിഷയത്തിൽ. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. താഴെ നൽകിയിട്ടുള്ള കഥയുടെ പ്രമേയം, സമകാലിക പ്രസക്തി തുടങ്ങിയവ പരിഗണിച്ച് കഥയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. അപ്പോൾ ഒരു ആസ്വാദനം അല്ലെങ്കിൽ ഒരു പ്രഭാഷണമാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം നമുക്ക് ആദ്യം പ്രഭാഷണം നോക്കാം കേട്ടോ. 12A ആണ്. 12A, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അധ്യാപകർ, പ്രിയ സുഹൃത്തുക്കളെ, മാറുന്ന സമൂഹം, മാറുന്ന ചിന്തകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഇന്ത്യയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരുള്ള വിവേചനങ്ങളും മത്സരങ്ങളും നിലനിൽക്കുന്നു എന്നത് ഒരു സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് നൽകിയ സന്ദേശം പോലെ ജാതി മത മത്സരങ്ങളിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമേ രാജ്യത്തിന് യഥാർത്ഥ പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ. വിദ്യാഭ്യാസത്തിലൂടെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെയും സമൂഹത്തിന്റെ ചിന്താഗതികൾ മാറുന്നുണ്ടെങ്കിലും പലപ്പോഴും പഴയ വേരുകൾ ഇനിയും പൂർണ്ണമായും പിഴുതെറിയാൻ കഴിഞ്ഞിട്ടില്ല. ജാതിയും മതവും നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജാതിമത വിവേചനങ്ങളില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. മാറുന്ന ചിന്തകൾക്കനുസരിച്ച് സമൂഹം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അപ്പോൾ 12Aയുടെ ഉത്തരം ഇതാണ്. ഇനി 12B ആണ് ഞാൻ പറയാൻ പോകുന്നത്. 12B കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. പലതും നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ് എഴുതേണ്ടത്. നമ്മുടെ ചോയ്സ് അനുസരിച്ച് എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ മാറ്റി എഴുതാവുന്നതാണ്. 12B ആസ്വാദനമാണ്. കർമ്മത്തിന്റെ മഹത്വവും അധ്വാനത്തിന്റെ അനിവാര്യതയുമാണ് ഈ സെൻകഥയുടെ പ്രധാന പ്രമേയം. ഈ സെൻകഥ ലളിതമാണെങ്കിലും ശക്തമായൊരു സന്ദേശമാണ് നൽകുന്നത്. പ്രായം തളർത്തിയ ഗുരു തന്റെ ജോലികൾ മുടങ്ങാതെ ചെയ്യുന്നു. ശിഷ്യന്മാർ അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നതും പണിയായുധങ്ങൾ ഒളിപ്പിച്ചു വെക്കുമ്പോൾ ഗുരു ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും കഥയിലെ പ്രധാന സന്ദർഭങ്ങളാണ്. പണി ചെയ്തില്ലെങ്കിൽ ഭക്ഷണവുമില്ല എന്ന ഗുരുവിന്റെ വാക്കുകൾ അധ്വാനത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഇത് മടിയെ പ്രോത്സാഹിപ്പിക്കരുതെന്ന സന്ദേശമാണ് നൽകുന്നത്. സമകാലിക സമൂഹത്തിൽ എളുപ്പവഴികളിലൂടെ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കഥയുടെ പ്രസക്തി വളരെ വലുതാണ്. ഓരോരുത്തരും തന്റെ കടമകൾ നിറവേറ്റുകയും അധ്വാനിക്കുകയും ചെയ്താൽ മാത്രമേ സമൂഹത്തിൽ പുരോഗതിയും സമാധാനവും ഉണ്ടാകൂ. കർമ്മനിരതരായിരിക്കുക എന്നതാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ 12 ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക കേട്ടോ. കമൻറ്റിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരും. നിങ്ങൾ ഹൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ്സ് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.